ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധിയും ഗൗതമും കൂടിയിട്ട് ആ സന്യാസിനിയുടെ കയ്യിൽ നിന്നും ആ പാവ വാങ്ങിച്ചു പോരുന്നുണ്ടല്ലോ. സന്യാസിനിയാണെങ്കിലോ നിധിയെയും ഗൗതമിനെയും വീഴ്ത്തുന്ന വാക്കുകളാണ്. നീ മറ്റൊരു കുഞ്ഞിന് ജന്മം നൽകിയവളാണ് എന്നുള്ള സത്യം പറയുമ്പോൾ, അയ്യോ ഞങ്ങൾ ആദ്യമായിട്ടാ പ്രസവിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോഴേക്കും അവിടെ സന്യാസിനി വ്യക്തമാക്കുന്നു, നിന്റെ ഗർഭം കലങ്ങിപ്പോയതല്ലേ, അത് നീ മറന്നുപോയോ എന്നൊക്കെ പറഞ്ഞ് നിധിയുടെ എല്ലാ രഹസ്യങ്ങളും പുറത്തോട്ട് വരുമ്പോൾ നിധി അതിൽ വീണു പോകുന്നു കേട്ടോ. കൂടെ ഗൗതമും അപ്പോ ആ സന്യാസിനിയുടെ മുന്നിൽ രണ്ടുപേരും കൈകൂപ്പി നിന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാണ്, എന്തായാലും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവും, ഞാനൊരു പാവ തരാം എന്നും പറഞ്ഞിട്ട് ആ പാവ ഇവർക്ക് മുന്നിൽ വെച്ചു കൊടുക്കുമ്പോൾ അതിനുള്ളിൽ ബോംബ് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ സത്യങ്ങളൊന്നും നിധിക്കും ഗൗതമിനും അറിയില്ല. അങ്ങനെ അവര് CKCയുടെ ഗുണ്ടകൾ ചെയ്ത പണിയാണെന്നറിയാതെ അവര് അമ്പലത്തിൽ നിന്ന് വളരെ സന്തോഷവാനായി ആ കാറിലോട്ട് കയറുന്നു കേട്ടോ, അവരുടെ കാറിലോട്ട്. പിന്നീട് ഗൗതമും നിധി ഇങ്ങനെ യാത്ര തുടരുമ്പോൾ നിധിയാണെങ്കിൽ ആ കുഞ്ഞിനെ കൊഞ്ചിച്ചും കൊണ്ടിരിക്കുകയാണ്. അതായത് ആ ഒരു പാവയെ കൊഞ്ചിക്കുമ്പോൾ അതിമനോഹരമായ പാവ. അതുകൊണ്ട് തന്നെ നിധി പറയുന്നു, എന്തൊരു ഭംഗിയാണ് ഇതിനെ കാണാൻ. അത് കേൾക്കുന്ന ഗൗതം പറയണേ, നീ പറഞ്ഞത് ശരിയാണ്, എന്തൊരു ഭംഗിയാണ് ഇതിനെ കാണാൻ. കാര്യം എന്ത് പറയുകയാണെങ്കിലും ഈ ഒരു പാവ കാണുമ്പോൾ എനിക്ക് ദൈവം എന്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതെന്താ ഗൗതം നീ അങ്ങനെ പറയുന്നത്? അതെ, ഈ ഒരു പാവ പെൺകുഞ്ഞെന്ന് തെളിയിക്കുന്നു. എന്നാൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നല്ലോ നീ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുടനെ എന്റെ ഗൗതം ഇതൊരു പാവയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ പാവയാണെന്നുള്ള സത്യം പറയുമ്പോൾ ഗൗതം എന്നോട് പറയുന്നുണ്ട്, ഞാനൊരു പെൺകുട്ടിയെ അല്ല ആഗ്രഹിച്ചത്, ഞാനൊരു ആൺകുട്ടി, എന്തായാലും എനിക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു മതി, ദൈവം ഒരു കുഴപ്പമില്ലാതെ എന്റെ കൈകളിൽ ഈ കുഞ്ഞു തരട്ടെ എന്ന് ഗൗതമിനോട് പറയുമ്പോൾ ഗൗതം പറയണേ, ഞാൻ അതിനൊരു ഉമ്മ നൽകട്ടെ എന്നും പറഞ്ഞിട്ട് ഗൗതം ആ പാവയെ അടുത്തോട്ട് കൊണ്ടുപോവാ. അപ്പൊ നിനക്ക് ഉമ്മ തരണം എന്നാ പറയുന്നത്, അച്ഛൻ നിനക്ക് ഉമ്മ തന്നോട്ടെ എന്നും പറഞ്ഞിട്ട് ഗൗതമിന്റെ അരികത്തോട്ട് ആ പാവയെ കൊണ്ടുപോകുമ്പോൾ ഇപ്പുറത്താണെങ്കിൽ CKC ഗുണ്ടകളോട് വിളിച്ച് വിവരങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. എന്തായി, അവരെവിടെ പോകുന്നു? അപ്പോഴേക്കും അവർ കാറിൽ പോകുന്നു. എന്നാൽ അവരെ പിന്തുടർന്നു അവരെ എങ്ങോട്ട് പോകുന്നു? അവർ മരിക്കുന്ന ആ വീഡിയോ, ആ കാർ പൊട്ടിക്കത്തുന്ന ആ വീഡിയോ എനിക്ക് മുന്നിൽ കാണിച്ചു തരണമെന്ന് CKC ആവശ്യപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ. അത് പ്രകാരം തന്നെ ഗുണ്ട ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഗൗതമിന് ഈ പാവ, അതായത് തന്റെ കുഞ്ഞാണെന്ന് കരുതി ഉമ്മ വെക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഗൗതം ചെയ്യുന്നത് നിധിയെ ഉമ്മ വെക്കുന്നു കേട്ടോ. അപ്പോൾ തന്നെ നിധി പറയണ, നിന്റെ അച്ഛൻ ആളൊരു കള്ളനാടി എന്നൊക്കെ പറഞ്ഞിട്ട് തന്റെ കുഞ്ഞിനെ എങ്ങനെ കൊഞ്ചിക്കാണ്. അങ്ങനെ അവർ യാത്ര തുടരുന്നു കേട്ടോ. ഈ സമയം CKC പറയുന്നു, ഇനി 15 മിനിറ്റ് അല്ലോടാ ഉള്ളൂ. അതെ, 15 മിനിറ്റ്, അതിനുശേഷം അവർ പൊട്ടിത്തെറിക്കും, എന്തായാലും നീ പിന്നാലെ പോയിക്കോ, കുറച്ച് ലോങ് നിന്ന് പോയാൽ മതി എന്നൊക്കെ ആ കുട്ടയോട് പറയുമ്പോൾ കൊണ്ട് ശരിയെന്നും പറഞ്ഞ് ഇവരുടെ പിറകെ പോകുമ്പോൾ ഇവരൊരു കോഫി ഷോപ്പിൽ നിർത്തുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവരവിടെ നിർത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം CKC പറയുമ്പോൾ, എന്തൊരു കഷ്ടം, എന്താണെങ്കിലും കുഴപ്പമില്ല, അവരുടെ കൈകളിൽ പാവയുണ്ടോ അതറിയത്തില്ല, അവരെ ഇറങ്ങിയിട്ടില്ല എന്നും പറഞ്ഞിട്ട് അവർ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവര് രണ്ടുപേരും പാവ എടുക്കാൻ മറക്കുന്നു കേട്ടോ. കാറിൽ ആ പാവ വെച്ച് പോകുന്നു. ഇതേ സമയം CKCയോട് ഈ വിവരം പറയുമ്പോൾ എന്തൊരു കഷ്ടമാണ്, ഈ ഇനങ്ങളെ കൊല്ലാൻ പറ്റുന്നില്ലല്ലോ എന്ന് CKC ഇങ്ങനെ ഗുണ്ടയോട് പറഞ്ഞ് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗൗതമും നിധിയും കോഫി ഷോപ്പിൽ ആ ടേബിളിൽ ചെന്നിരിക്കുമ്പോൾ അവിടെ സപ്ലൈ ബോയ് വന്ന് ചോദിക്കും, എന്താ വേണ്ടത്? 2 കോഫി വേണം. അങ്ങനെ അയാളുടെ ആവശ്യപ്രകാരം ഇവർക്ക് 2 കോഫി ആവശ്യപ്രകാരം ഇവർ കോഫി ഓർഡർ ചെയ്തിരിക്കുന്നു കേട്ടോ. അപ്പോഴാണ് നിധിക്ക്, അയ്യോ ഗൗതം, ഞാനൊരു കാര്യം മറന്നു. എന്ത്? അതെ, എൻ്റെ കുഞ്ഞിനെ ഞാൻ എടുത്തില്ല. കുഞ്ഞിനെയോ? എവിടെ കുഞ്ഞ്? അത് ആ സന്യാസിന് തന്ന ആ കുഞ്ഞ്. അപ്പൊ ഇത് കേട്ടോടെ തന്നെ ഗൗതം പറയണേ, നീ എന്താ നിധി പറയുന്നത്? അതൊരു പാവക്കുഞ്ഞാണെങ്കിലും അത് എൻ്റെ കുഞ്ഞായതുപോലെ എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ അതിനെ എടുക്കട്ടെ. ശരി, നീ പോയി എടുത്തോ, എന്നാ വണ്ടിയുടെ ചാവി എന്നും പറയുമ്പോൾ ഗുണ്ട പറയണ, അവൾ എങ്ങോട്ടോ എണീറ്റ് പോകുന്നുണ്ട് നിധി എന്ന് പറയുന്നവൾ. അത് കേൾക്കുന്ന ഗൗതമോ, ഇല്ല അവൻ പോകുന്നില്ല. ഇത് കേൾക്കുന്ന CKC, എനിക്ക് അവനും കൂടി മരിക്കണമായിരുന്നു. പിന്നീട് കാറിൽ പോയി നിധി ആ പാവയെ എടുക്കുമ്പോൾ അവള് പാവയെടുത്ത് ഗൗതമിന്റെ അരികിലോട്ട് വരുന്നുണ്ട് എന്ന് CKCയോട് ഗുണ്ട പറയുമ്പോൾ CKCക്ക് ഒത്തിരി സന്തോഷമാവാണ് കേട്ടാ. അങ്ങനെ നിധി ആ പാവ വീണ്ടും എടുത്തിട്ട് ഇവര് ഇങ്ങനെ ഈ ഒരു കോഫി ഷോപ്പിൽ ഗൗതം ഇരിക്കുന്ന ആ ടേബിളിലോട്ട് നിധി എത്താണ്. പിന്നീട് നിന്റെ പാവയെ കിട്ടിയോ? എൻ്റെ പാവയെ കിട്ടി, എൻ്റെ മോളാണ്, അമ്മയുടെ തക്കുടോ അമ്മയുടെ ചക്കരെ എന്നൊക്കെ പറഞ്ഞ് നിധി വിളിക്കുമ്പോൾ, നീ അമ്മയുടെ തക്കുടോ ചക്കരെ എന്നൊക്കെ വിളിക്കുന്നതിൽ പകരം നീ അതിന് പാലൂട്ടാൻ നോക്ക്,
നീ പോ ഗൗതം, ഇതൊക്കെ തന്നെ നിനക്ക് പറയാനുള്ളൂ എന്ന് നിധി ചോദിക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഉടൻ തന്നെ ഗൗതമും നിധി അവിടെ ചിരിച്ചും കൊണ്ട് നിൽക്കുമ്പോഴാണ് സപ്ലൈ ബോയ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഉടൻ തന്നെ ഇതാ കോഫി എന്ന് പറഞ്ഞ് അവർക്ക് മുന്നിൽ വെച്ച് കൊടുക്കുമ്പോൾ ഉടൻ തന്നെ ഈ ഒരു ഗുണ്ട പറയുന്നുണ്ട് CKCയോട്, എന്തായാലും കോഫി ഷോപ്പിനുള്ളിൽ പാവ, എന്ത് ചെയ്യാൻ, ദൈവവിധി, അവിടെയുള്ള ആളുകൾക്കും മരണമുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കതൊന്നും വിഷയമാക്കണ്ട, അവർ കൊണ്ടുവന്ന പാവ, അതുകൊണ്ട് തന്നെ ചോദ്യമുണ്ടാവില്ല എന്നും CKC പറഞ്ഞ് സന്തോഷവാനായി അട്ടഹസിച്ച് ചിരിക്കുന്നു കേട്ടോ. ഇതേ സമയമാണെങ്കിലോ CKC ഈ പറഞ്ഞ് ഗുണ്ടയോട് പറഞ്ഞ് ചിരിക്കുന്ന സമയത്താണ് നിധി ഈ ഒരു ചായക്കെ കുടിക്കുന്നത്. അങ്ങനെ CKC പറഞ്ഞിരുന്നു, ഇനി 10 നിമിഷമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും, പിന്നീട് നിധി ഗൗതം ഓർമ്മയായി മാറി, ഭിത്തിയിലായി മാറി എന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ ഇവരുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു എന്ന് ഗുണ്ട പറയുന്ന കേട്ടോ. അങ്ങനെ എന്തായാലും അവർ കോഫി ഷോപ്പിൽ വിട്ടാൽ അവിടുത്തെ ജനങ്ങൾ മരിക്കില്ല, ഇവര് രണ്ടുപേരെ മരിക്കത്തുള്ളൂ എന്നും പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇവരവിടെ നിന്ന് എണീക്കുമ്പോൾ ഗൗതമിന് ഒരു ഫോൺ കോൾ വരുന്നു കേട്ടോ. അങ്ങനെ ഗൗതം ആ ഫോൺ എടുക്കണം. അപ്പൊ ഗൗതം ആ ചെയറിൽ തന്നെ ഇരിക്കുന്നു. എന്നാൽ നിധി പറയണേ, ഞാൻ എന്നാ കാറിലോട്ട് പോട്ടെ, ഞാൻ കാറിലുണ്ടാവും, ശരി നീ പൊയ്ക്കോ എന്നും പറഞ്ഞ് ഗൗതം പറഞ്ഞു വിടുമ്പോ ഉടൻ തന്നെ CKCയോട് ഈ ഗുണ്ട പറയണേ, നിധി മാത്രമേ പോയിട്ടുള്ളൂ, ഗൗതം ആ ടേബിളിൽ തന്നെ ഇരിക്കുന്നു. പക്ഷേ എന്തൊരു കഷ്ടമാണ്, ആ നിധി എന്ന് പറയുന്നവളെല്ലാം മരിക്കേണ്ടത് ആ ഗൗതമാണ്, അവൻ ചിന്ന ഭിന്നമായി ചിതറിക്കിടക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത്, പക്ഷേ അതാ ഉണ്ടായില്ലല്ലോ എന്നൊക്കെ CKC പറയാനേട്ടോ. അങ്ങനെ ഗുണ്ട പറയുന്നുണ്ട്, എന്ത് ചെയ്യാൻ സാർ, അവര് പോയിട്ടില്ല, പോയാൽ ഞാൻ പറയാം, എന്തായാലും അപ്പപ്പോ വിവരം അറിയിക്കേ എന്നും ഗുണ്ടയോട് CKC പറയുന്നു. അങ്ങനെ നിധി തന്റെ ആ കാറിലോട്ട് കയറിയിരിക്കുമ്പോ ഇപ്പുറത്താണെങ്കിൽ ഗൗതം ഫോൺ സംഭാഷണമൊക്കെ കഴിഞ്ഞ് തന്റെ മൊബൈൽ എടുത്ത് പോവാനൊരുങ്ങുമ്പോ ആ ഒരു സപ്ലൈ ബോയ് ബില്ലിടാന്ന് പറയുന്നേട്ടാ. അപ്പൊ ആ വിവരവും CKCയോട് പറയും. ആ സപ്ലൈ ബോയുടെ താലമണ്ട കടിക്കണ്ടേ, അവനൊന്ന് പോവുകയാണെങ്കിൽ ഇനി ഏതാനും നിമിഷങ്ങളുള്ളൂ, 3 മിനിറ്റേ ഉള്ളൂ, ആ 3 മിനിറ്റിനുള്ളിൽ അവൻ ആ കാറിനരികിൽ എത്തിയല്ലേ അവൻ മരിക്കത്തുള്ളൂ എന്നിങ്ങനെ CKC പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗൗതമാണെങ്കിൽ സപ്ലൈ ബോയുടെ കയ്യിൽ നിന്ന് ആ ബില്ലൊക്കെ വാങ്ങി അത് പേ ചെയ്ത് പിന്നീട് ഗൗതം പതിയെ മുന്നോട്ട് നടക്കുമ്പോൾ ഗുണ്ട പറയണേ, അവൻ ആ കാറിനരികിലത്തോട്ട് പോകുന്നുണ്ടെന്ന് പറയണേട്ടാ. നിധിയാണെങ്കിലോ ഈ ഒരു പാവയും പിടിച്ച്, എന്താ പൊന്നു, അമ്മയുടെ മോൾക്ക് എന്താ വേണ്ടത്, വീട്ടിലോട്ട് പോണോ, എന്താ നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ, എന്തായാലും ഈ യാത്ര ഭയങ്കര സന്തോഷം, എൻ്റെ മോളെ എനിക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ഈ പാവയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അപ്പോൾ ഗൗതം അരികത്തോട്ട് എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ വിവരം CKCയോട് ഗുണ്ട പറയുമ്പോൾ രക്ഷപ്പെട്ടു, എന്തായാലും 2 എണ്ണം കോഫി ഷോപ്പിൽ നിന്നും ആ കാറിൽ കിടന്ന് കത്തിക്കരിയുന്ന ആ വീഡിയോ നീ എനിക്ക് മുന്നിൽ വിടണം, തീർച്ചയായും സാർ ഞങ്ങൾ ഇട്ടിരിക്കും എന്നും ഈ ഗുണ്ട പറഞ്ഞിട്ട് ഗൗതം കാറിൽ കയറാൻ ഒരുങ്ങുമ്പോൾ നിധി ഇപ്പുറത്തെ സൈഡിലൂടെ തന്റെ കാറിലോട്ട് അങ്ങ് കയറാൻ ഒരുങ്ങുമ്പോൾ ഒരു വൃദ്ധൻ, ഒരു അപ്പൂപ്പൻ, വയസ്സായ ഒരു അപ്പൂപ്പൻ എന്തോ ഒരു പ്രത്യേക വേഷത്തിൽ, അത് കണ്ടാൽ തന്നെ ഒരു പേടി തോന്നുന്ന ഒരു രൂപത്തിലാണ് ആ അപ്പൂപ്പൻ വന്ന് നിധിയുടെ മുന്നിലോട്ട് ഇങ്ങനെ തുറിച്ചു നോക്കണേട്ടെ. നിധിക്ക് അയാളെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. അങ്ങനെ ഗൗതം നിധിയുടെ അരികത്തോട്ട് വരുമ്പോൾ ആ പാവ നിധിയുടെ കൈകളിൽ നിന്നങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങാണ്. ഇതോടുകൂടി നിധി എൻ്റെ മോളി എന്ന് പറഞ്ഞ് കരയുമ്പോൾ ഗൗതവും പിറകെ പോവാഴേട്ടാ. അപ്പോൾ ഉടൻ തന്നെ ഒരു അപ്പൂപ്പൻ വന്ന് ആ പാവ തട്ടിപ്പറിച്ചു എന്ന് CKCയോട് പറയുമ്പോൾ CKC തന്റെ ടേബിളിൽ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എറിഞ്ഞ് പൊട്ടിക്കണം. എവിടുന്ന് വന്നു ആ വൃദ്ധൻ, എന്തിനാ ആ പാവയെ വലിച്ചഴിച്ചു കൊണ്ട്, അതൊരു മാനസിക രോഗിയാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള കാട്ടിക്കൂട്ടലാണ് അയാളുടെ അടുത്ത്. എന്തായാലും അവരും പിറകെ ഓടിയിട്ടുണ്ടാവും. രക്ഷപ്പെട്ടു, ഓടിയല്ലോ, 3 കൂടി ഒരുമിച്ച് കത്തിക്കോളും എന്നും പറഞ്ഞിട്ട് അയാളുടെ പിറകെ ഓടിച്ചെല്ലണിട്ട. പിന്നീട് അയാളും ഈ നിധിയും ഗൗതമും ഒപ്പം നിൽക്കുമ്പോൾ അയാളോട് നിധി പറയണ, ഇതെന്റെ മോളാണ്, ഇതിങ്ങ് തരൂ, അതെന്റെ കുഞ്ഞാണ് എന്ന് പറയുമ്പോൾ ഇത് നിന്റെ കുഞ്ഞല്ല, ഈ കുഞ്ഞ് നന്നല്ല, ഈ കുഞ്ഞ് നിന്റെ ജീവിതത്തിൽ നിനക്ക് നല്ലത് ചെയ്യില്ല. അത് കേൾക്കുന്ന ഗൗതം, നിങ്ങളൊരു വയസ്സായ ഒരാളാണെന്നുള്ളത് മാനിച്ചിട്ടാണ് നിങ്ങളോട് അപമര്യാദയായി പെരുമാറാത്തത്, അവൾ ഇഷ്ടപ്പെട്ട ഈ പാവയെ തിരികെ കൊടുക്കൂ. ഈ പാവ നിനക്ക് നന്നല്ല മോളെ, നിനക്കും നന്നല്ല, അതുകൊണ്ട് ഇത് വേണ്ട, നിന്നോടാ പറഞ്ഞത് ഈ പാവ തിരികെ കൊടുക്കുന്നുണ്ടോ എന്ന് ഗൗതം പറയുമ്പോൾ നിധി പറയണേ, നിങ്ങളിത് തരുന്നുണ്ടോ അല്ലെങ്കിൽ പിടിച്ചു വലിച്ചു വാങ്ങുമെന്ന് പറയുമ്പോൾ അയാൾ ആ പാവയുടെ പിറകിലുള്ള ഷിബങ് തുറന്നിട്ട് അതിൽ നിന്നും എന്തോ ഒരു ബോക്സ് എടുക്കുന്നത് കാണുമ്പോൾ ഗൗതമും നിധിയും ഞെട്ടിപ്പോന്നിട്ടോ. പിന്നീട് ആ പാവക്കുള്ളിൽ വെച്ച് ആ ബോംബ് അടർത്തി മാറ്റി അത് ബോംബിന്റെ ആ കണക്ഷൻ ഒഴിവാക്കി ഇടുന്നു കേട്ടോ. ഇത് കണ്ടിട്ട് ഇപ്പുറത്ത് ഗുണ്ട CKCയോട് ഇതൊക്കെ പറയുമ്പോൾ എവിടുന്ന് വന്നു ആ കിഴവൻ, എവിടുന്ന് വന്നു ആ വൃദ്ധൻ എന്നൊക്കെ പറഞ്ഞിട്ട് CKC ഈ പ്ലാനും എൻ്റെ തകർന്നോ എന്നും പറഞ്ഞ് CKC ടേബിളൊക്കെ അവിടെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് നിധിയും ഗൗതമും ഇതെന്ത് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ നിധി, ഗൗതം ഇതെന്ത്, ഇത് ടൈം ബോംബ് ആടോ എന്നും പറഞ്ഞിട്ട് നിലത്തിട്ട ആ ഒരു ബോംബ് എടുത്ത് ഗൗതം കയ്യിൽ പിടിക്കുമ്പോൾ ഉടൻ തന്നെ ഇത് എങ്ങനെ നിങ്ങൾക്ക്
നിങ്ങൾക്ക് മനസ്സിലായി. ഇതുകൊണ്ടല്ലേ ഈ പാവം നന്നല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് വേണ്ട, ഇത് നിങ്ങളുടെ കുഞ്ഞല്ല, ഇത് നിങ്ങൾക്ക് പറ്റിയ കുഞ്ഞല്ല, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ നിധിയും ഗൗതം അവിടെ നിന്ന് പോകുമ്പോൾ കുറച്ചപ്പുറത്തോട്ട് ഈ വൃദ്ധനിങ്ങ് നീങ്ങി നിന്ന് ഇവരെ രക്ഷിക്കാൻ എത്തിയിരിക്കുന്ന വൃദ്ധനല്ലേട്ടോ, ദൈവം തന്നെ ആയിരുന്നു ഇവരുടെ മുന്നിൽ വന്നിരുന്നത്. ആ സത്യം ഇവർക്കറിയില്ല. പക്ഷെ ഗൗതം നിധിയും വളരെ പേടിയോടുകൂടി ഇതെല്ലാം ചെയ്ത് CKC ആണെന്ന് നിധി തറപ്പിച്ച് പറയുമ്പോൾ ഗൗതമും തറപ്പിച്ച് പറയണം. അങ്ങനെ ഇവർ വീണ്ടും ആ അമ്പലത്തിലോട്ട് പോകുന്ന ആ ഒരു സീനാണ് കേട്ടോ എന്തായാലും നാളെ വരാനിരിക്കുന്നത്.